സന്ധ്യയായി, 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ആകെ ഒരു മൂഡ് ഓഫ് ആയിട്ടിരുന്ന ദിവസമായിരുന്നു. അപ്പോൾ കരുതി സന്ധ്യയ്ക്ക് അമ്പലത്തിലേക്ക് പോകാമെന്ന് കരുതി. മഴയുണ്ട്. അപ്പം ഞാൻ പ്രമാണി ശരത്തിനെ വിളിച്ചു. രണ്ടുപേരും വന്നു, അമ്പലത്തിൽ തൊഴുതിറങ്ങി. ഇനി അവരുടെ കൂടെ ചെറിയൊരു യാത്രയൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ മൂഡ് ഓഫ് ഒക്കെ ഓക്കെ ആവും. പോയിട്ട് വരാം. അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂരിന്റെ തുരങ്കത്തിലേക്ക് കടക്കുകയാണ്. പാലക്കാട് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? പാലക്കാട് അത്യാവശ്യം വഴിയൊക്കെയുണ്ട്. അതാ നമ്മള് വടക്കാഞ്ചേരി തന്നെ എത്തിയിട്ടില്ലേ? തുരങ്കത്തിട്ടുള്ള തുരങ്കത്തിന്റെ അകത്തൂടെ പോവാം. മഴ കുറഞ്ഞു, ഇപ്പൊ വലിയ മഴയില്ല. മഴ മാറി. നമ്മള് യാത്ര ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് മഴ. ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഇപ്പോ പാലക്കാട് വരെയുള്ളൊരു യാത്രയായി. അന്നാ യാത്രയിൽ നിങ്ങളും കുടിക്കും. മഴയുണ്ട്, മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു കാര്യം നോട്ട് ചെയ്യണം. ചായ കുടിക്കാൻ ഇപ്പൊ പാലക്കാട് പോകുന്നതൊന്നും ചിലർക്കൊന്നും വലിയ സംഭവമൊന്നുമല്ല. ഒരു ബണ്ണ് കഴിക്കാൻ കോയമ്പത്തൂരും കോഴിക്കോട് വരെ പോകുന്നവരുണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ വൈബ് അടിച്ച് നടക്കുന്ന ആൾക്കാരാ. എവിടെ നല്ല ഭക്ഷണം ഉണ്ടോ, എവിടെ നല്ല സാധനങ്ങൾ കിട്ടണം, അങ്ങോട്ടൊക്കെ പോകും നമ്മള് തേടി. ഇടക്കിടക്ക് പോണ റൂട്ട് അത്. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളാണ് പാലക്കാട്, കോയമ്പത്തൂര്. അങ്ങനൊക്കെ എടുക്കണം നമുക്ക്. സ്ഥലല്ല പാലക്കാട്. ഇവർക്ക് തൃശ്ശൂരിൽ നിന്ന് വലിയ ദൂരം വരുന്നില്ല പാലക്കാട്. റോഡും അത്യാവശ്യം നല്ല റോഡാണ്, യാത്ര ചെയ്യാൻ പറ്റിയ നല്ല റോഡ്. അത്യാവശ്യം നല്ല റോഡാ. നിങ്ങളുടെ അടുത്ത അമ്പൈസ് റോഡല്ലേ ഇത്? നോക്ക്, അത്യാവശ്യം നല്ല റോഡ്. ഞങ്ങൾ അങ്ങനെ തുരങ്കമൊക്കെ കടന്ന് വടക്കഞ്ചേരി എത്തിയിട്ടുണ്ട്. ഇവിടെ ടീ ഹബില് ഇവിടെ കുറെ ടീ ഷോപ്പുകളുണ്ട്. ഹോട്ട് ചിപ്സും ഒക്കെ ആയിട്ട് കുറെ ഷോപ്പുകൾ. നല്ല ലൈറ്റിനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഒരു ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ച് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് വരാം. മഴ ഒട്ടുമില്ല, മഴയൊക്കെ നന്നായിട്ട് മാറി. നല്ല ക്ലൈമറ്റ്.